ഇന്ത്യയിലെ സംഘികളുടെ പ്രധാന തലതൊട്ടപ്പനായിട്ടുള്ള അമിത്ഷായുടെ ഒരു പരാമർശമാണിത്. കമ്മ്യൂണിസം നാശത്തിന്റെ സൂചന, കേരളത്തിൽ നിന്നും കമ്മ്യൂണിസം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുമെന്നുള്ളത്. അമിത്ഷാ താനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കമ്മ്യൂണിസം ഉണ്ടാകുന്നത് മനുഷ്യന്റെ നല്ല ഹൃദയങ്ങളിൽ നിന്നാണ്. അല്ലാതെ ഗോമൂത്രവും ചാണകവും തിന്ന് ഇന്ത്യ ഒട്ടാകെ സമാധാനം കെടുത്തി മതഭ്രാന്തന്മാരെ ഇറക്കി കലാപം ഉണ്ടാക്കി അത് വോട്ടാക്കി മാറ്റി ഒരു രാജ്യം ഭരിക്കാൻ താനൊക്കെ നെഞ്ഞുകൂട്ടിയ കഥകളിൽ നിന്നുണ്ടായ ചാണക സംഘിസമല്ല കമ്മ്യൂണിസം. പിന്നെ നിങ്ങളൊക്കെ ആചാര്യന്മാരായിട്ട് കൊണ്ട് നടക്കുന്ന ഗാന്ധിജിയെ കൊന്ന നാഥൂറാം വിനായക ഗോഡ്സെയും അതുപോലെ ഷൂ നക്കിയിട്ടുള്ള സവർക്കറേയും പാരമ്പര്യവും പിന്തുടർന്നു വന്നിട്ടുണ്ടാകാം. ഞങ്ങൾ ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും അതുപോലെയുള്ള നല്ല നല്ല നേതാക്കന്മാരുടെ പാത പിന്തുടർന്നിട്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസം കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിലെ കമ്മ്യൂണിസം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ തന്റെ ഒന്നും രാഷ്ട്രീയം പേറുന്ന സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും മികച്ച രീതിയിലുള്ള എല്ലാ മേഖലയിലും നല്ല ഉന്നതിയോടെ മുന്നേറാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തെ വാർത്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നല്ല സംസ്കാരം ഇവിടുത്തെ മനുഷ്യന്മാർക്ക് പഠിപ്പിക്കാൻ പറ്റിയത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഒന്നാണ് എന്ന് പഠിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയത്തെ നീയൊക്കെ ഇല്ലാതാക്കുന്നത് ഞങ്ങളൊക്കെ കൊന്നിട്ട് വേണം. അത് ഞങ്ങളൊക്കെ ചാടുമെന്ന് ഞങ്ങൾ തീരുമാനിക്കണം. അതിന് നിങ്ങൾ എത്ര കാലം എടുക്കുമോ കൊന്നു തീരാൻ, അതുവരെ കമ്മ്യൂണിസം ഈ ഇന്ത്യയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളുടെ നേതാക്കന്മാരായാലും ശരി, ഞങ്ങളുടെ പൂർവികന്മാരായാലും ശരി പഠിപ്പിച്ചു തന്നതാണ്. തന്റെ ഒന്ന് മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു ഗതികേട് വരുന്ന അന്ന് ഞങ്ങൾ സ്വയം കുത്തിച്ചാകും.